പ്രൈസ് ലോർഡ്. ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയാണ്. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തന പുസ്തകം 29-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൽ വേണ്ട സമാധാനമാണല്ലേ. എന്നാൽ പലപ്പോഴും സമയങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന പൈശാചിക പ്രവർത്തികൾ, സാത്താന്റെ പ്രവർത്തികൾ നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ, നമുക്ക് സമാധാനത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ഇവിടെ സർവശക്തനായ ദൈവം തൻ്റെ ജനത്തിന് സമാധാനം നൽകി കൊടുക്കുമെന്നാണ് ഇന്നത്തെ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ജനത്തിന് എന്ത് ചെയ്യാ? ദൈവ സമാധാനം നൽകി കൊടുക്കും. ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ ജനമാണെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമാധാനം വെളിപ്പെടുവാൻ ഇടയാകും. നമുക്കറിയാം, സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ദാവീദാണ്. ദാവീദ് രാജാവാണ്. ആ രാജാവ് പറയുകയാണ്, ഞാൻ ഭരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഈ സ്ഥാനത്താക്കിയിരിക്കുന്ന ദൈവം തൻ്റെ ജനത്തിന് എന്ത് ചെയ്യും? സമാധാനം നൽകും, അവർക്ക് ശക്തി നൽകുവാനിടയാകും. ഇന്ന് അവർക്ക് സമാധാനമില്ലാത്തൊരു അനുഭവമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നേരെ കടന്നു വരുന്നത് ദൈവത്തിന് എതിരായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ദൈവത്തിനെതിരായി നിൽക്കുന്ന ശത്രുക്കൾ ദൈവജനത്തിനെതിരായി നിൽക്കും. ദൈവത്തിൻ്റെ ശത്രുക്കൾ മനുഷ്യന്റെ ശത്രുക്കളാണ്. ദൈവജനത്തിന്റെ ശത്രുക്കളാണ്. അപ്പോൾ ഇന്ന് ഹല്ലേലൂയ നിങ്ങളോട് എനിക്ക് സംസാരിക്കും, ദൈവാത്മാവിൽ സംസാരിക്കും. ദൈവത്തിന് വിരോധമായി ആര് നിൽക്കുന്നു അവരെന്ത് ചെയ്യുക? നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്, അല്ലെ? നമ്മുടെ ദൈവമക്കളുടെ ശത്രു. അതുകൊണ്ട് കർത്താവ് പറയും, ആ ജനത്തിന്റെ നടുവിൽ നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ നിങ്ങൾ ദൈവജനമായതുകൊണ്ട്, നിങ്ങൾ ദൈവ പൈതലായതുകൊണ്ട് നിങ്ങൾക്ക് നേരെ അസമാധാനത്തിന്റെ വിത്ത് പിശാച് അവന്റെ പ്രവൃത്തിയിലൂടെ അവന്റെ കൂട്ടാളുകൾ നിങ്ങളുടെ നേരെ അയക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളായിരിക്കുന്ന ദേശ കുടുംബത്ത് ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ ഇടയാകും. സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. ഇവിടെ പറയുക, ദൈവം തന്റെ ജനത്തിന് എന്ത് ചെയ്യുക? ഹല്ലേലൂയ, ശക്തി നൽകും. ഹല്ലേലൂയ, ഭൂമിയെ തകർക്കുന്ന ശക്തിയും ദൈവത്തിന്റെ അധികാരവുമാണ് അല്ലെ ഇവിടെ ദാവീദ് പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനത്തിന് ദൈവം എന്ത് ചെയ്യുക? അതേ ശക്തി കൊണ്ട് ദൈവം എന്ത് ചെയ്യുക? നിറയ്ക്കുമെന്ന്. ദൈവം തന്റെ ശക്തി അവിടെ ജനത്തിന്റെ മേൽ അയക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ദൈവ സമാധാനം നൽകുന്ന ദൈവമാണ്. സൃഷ്ടികളുടെ മേലും ദൈവത്തിനെതിരായി മത്സരിക്കുന്നതിന്റെ മേലും ദൈവത്തിന്റെ ശക്തി ഒരു കാറ്റായി, കൊടുങ്കാറ്റായി, ഒരു നാശമായി വരുമ്പോൾ ദൈവജനത്തിന് ദൈവം എന്ത് ചെയ്യുക? തങ്ങളുടെ ജനത്തിന് ദൈവം അനുഗ്രഹിക്കുമെന്നും അവർക്ക് സമാധാനം നൽകുമെന്നും ഹല്ലേലൂയ. ദൈവം ഇവിടെ പറയുകയാണ്, തൻ്റെ ജനത്തിന് ദൈവം കൊടുങ്കാറ്റ് എന്ന ശത്രുക്കളുടെ നേരെ ദൈവം ഒരു കൊടുങ്കാറ്റായി അവർക്ക് നിലനിൽക്കാൻ കഴിയാതെ ഹല്ലേലൂയ പോലെയുള്ള കാറ്റ്, ഒരു കൊടുങ്കാറ്റ് വന്ന് നമുക്കറിയാല്ലേ, എല്ലാം മരങ്ങളും എല്ലാം എന്ത് ചെയ്യുക? ഭൂമിയിലുള്ള സകലത്തെ ചിതറിച്ചു കളയും. എന്നാൽ തൻ്റെ ജനത്തിന് ദൈവം എന്ത് ചെയ്യുക? കൊടുങ്കാറ്റായിട്ടല്ല വരുന്നത്, ഒരു ആശ്വാസമായിട്ടാണ് വരുന്നത്. കൊടുങ്കാറ്റ് അവൻ എന്ത്? തൻ്റെ ജനത്തിന് ശക്തി നൽകും. കൊടുങ്കാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുക? ഹല്ലേലൂയ, ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളെ പിന്തുടരുന്ന ശത്രുവിന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ദൈവം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സമാധാനം ദൈവം നൽകും. ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ആ ശക്തി ദൈവം എന്ത് ചെയ്യുക? നിങ്ങളുടെ മേലായി. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാ? ഹല്ലേലൂയ, പടക്കൂടുതലിനെ പാഞ്ഞില്ല, ഞാൻ ദൈവത്താൽ എന്ത് ചെയ്യും? മതിൽ ചാടി കിടക്കും. ഈ മതിലെന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളെയാണ്, അല്ലേ? നമ്മുടെ സമാധാനം തരാത്ത മേഖലകളെയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ശക്തി നൽകും. നോക്കുക, ശക്തി എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങളെ ധാരണം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ. നമുക്കറിയാം, ഈ ശക്തി എവിടെയൊക്കെ ചലിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഈ ശക്തിയാണ് ചെങ്കടലിൽ പ്രവർത്തിച്ചത്. അവിടെ ഈ ദൈവത്തിന് ഈ അത്ഭുതങ്ങളെ നടന്നു. ഈ ശക്തിയാണ്
ആമേ ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ പ്രവർത്തിച്ചത് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നു. ഹല്ലേലൂയ. ഈ ശക്തിയാണ് കല്ലറയ്ക്കകത്ത് പ്രവർത്തിച്ചത്, അതുകൊണ്ട് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നൽകി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ ജനതയും അയക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഹല്ലേലൂയ, യോബിന്റെ പുസ്തകം പറയുന്നത്, അന്ത്യനാൾ ഞാൻ സകല ജനത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും. അമ്മ തന്റെ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരുമ്പോ പ്രിയപ്പെട്ടവരെ, ആത്മാവ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല കേട്ടോ. നമ്മെ ഉയരങ്ങളിൽ എത്തിക്കുന്ന ആത്മാവ്, നമ്മെ പറത്തിക്കൊണ്ട് പോകുന്ന ആത്മാവ്, അല്ലെ നമ്മളെ ആത്മാ തലങ്ങൾ കാണിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികളെ കാണിക്കുവാൻ, നമ്മെ മുന്നോടിയായി നമ്മെ അറിയിക്കുവാൻ ഈ ദൈവത്തിന്റെ ശക്തിക്ക് കഴിയും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ നമ്മെ ശ്രവിക്കുന്ന, അല്ലെങ്കിൽ ആശ്രയിക്കുന്ന, ദൈവ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദൈവിക സമാധാനം, ദൈവിക സ്വസ്ഥത നിങ്ങൾക്ക് നൽകുവാനിടയാകും. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, പലപ്പോഴും ജീവിതത്തിന്റെ കൈപ്പേർ അനുഭവങ്ങൾ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, അമ്മ ഇത് ഞാൻ എവിടെ കൊണ്ട് എത്തിച്ച് കളയുമെന്ന്, അല്ലെങ്കിൽ എനിക്കിതിനു വേണ്ടി ആര് പ്രവർത്തിക്കും, എനിക്ക് ശക്തിയില്ല, ബലഹീനയാണല്ലോ എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ, അല്ല, നമുക്ക് വേണ്ടി ശക്തനായ ഒരു ദൈവം തന്റെ ശക്തി, ഹല്ലേലൂയ, നമ്മളായിരിക്കുന്ന ഇടത്തേക്ക് അയച്ച് നമ്മെ അവിടുന്ന് പൊക്കിക്കൊണ്ടുവരുന്ന ദൈവമാണ് കർത്താവ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം നൽകുക. ഏത് കുടുംബജീവിതപരമായ തലമുറ വിഷയങ്ങളാണെങ്കിലും, ജോലിയിലാണെങ്കിൽ, ഏത് വിഷയങ്ങളാണ് നിങ്ങളെ ഞെരുക്കുന്നത്, ഭാരപ്പെടുന്നത്, അവിടെ ദൈവിക സമാധാനം ദൈവത്തിന്റെ ശക്തിയുടെ മേൽ അയക്കുമ്പോൾ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും. കർത്താവ് പറയുകയാണ്, യഹോവ തന്റെ ജനശക്തി നൽകും. ദൈവം തന്റെ ജനത്തിന് അമ്മ നൽകും. അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് ദൈവം എന്ത് നൽകും? അല്ലെങ്കിൽ ദൈവ ജനത്തിന് ദൈവം നൽകി തരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശ്വസ്തയോടെ അപ്പന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുമെങ്കിൽ, വിശ്വസ്തയോടെ ആയിരിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളെ വൻ കാര്യങ്ങൾ ചെയ്യും. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജന സമാധാനം നൽകിയ അനുഗ്രഹിക്കും. നമുക്ക് സമാധാനം അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിന് ദൈവം പകരുവാനിടയാകും. വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ദൈവം നമ്മെ ഒന്ന് സഹായിക്കുമാറാകട്ടെ. ആമേൻ.